യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായി പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 9-10 വേദവാക്യം. ഇസ്രായേൽ മക്കൾ വിലമതിച്ചവന്റെ വിലയായ 30 വെള്ളിക്കാശ് അവർ എടുത്ത് കർത്താവ് എന്നോട് അരുളി ചെയ്തതുപോലെ കുശവന്റെ നിലത്തിന് വേണ്ടി കൊടുത്തു. ആമേൻ. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ വചനത്തോട് സംസാരിക്കണമേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾ വിലമതിച്ചവന്റെ വിലയായ 30 വെള്ളിക്കാശ് അവർ എടുത്ത് കർത്താവ് എന്നോട് അരുളി ചെയ്തതുപോലെ കുശവന്റെ നിലത്തിന് വേണ്ടി കൊടുത്തു. ഈ വചനത്തില് മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായി നമുക്കറിയാം യഹൂദന്മാർക്ക് എഴുതിയ സുവിശേഷമാണ്. ഇവിടെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നു. യിരെമ്യാ പ്രവചനത്തിനകത്ത് ഇങ്ങനെ ഒരു വേദഭാഗം കാണാൻ കഴിയുന്നില്ല. എന്നാൽ സക്രിയ പ്രവചനത്തിനകത്താണ് ഇത് ഉള്ളത്. ഞാൻ അതിനെക്കുറിച്ച് നമ്മൾ ദൈവത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ അതിന്റെ കാരണം എന്താണ്. ഇതിനകത്ത് ഈ വായിച്ച വേദഭാഗത്തിൽ വലിയ ആത്മീയമായ സത്യമുണ്ട്, മർമ്മമുണ്ട്. ഇത് നമ്മുടെ കർത്താവായ യേശു കർത്താവിനെ ഒറ്റുകൊടുത്തതിന് ശേഷം യൂദ 30 വെള്ളിക്കാശുമായിട്ട് യെരൂശലേം ദേവാലയത്തിലേക്ക് ചെന്ന് കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റുകൊടുത്തെന്ന് പറഞ്ഞ് ആ വെള്ളിക്കാശ് ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞ് പോയി. കെട്ടി ഞാൻ ചാകുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ വേദഭാഗത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. നമ്മൾ അതിനെ കുറിച്ചൊക്കെ അല്പമായിട്ട് ചിന്തിച്ചപ്പോൾ നമ്മൾ കാണുന്നതായ ഈ സത്യം ഒരു യാദർച്ഛികമായ ഒരു സംഭവമല്ല. ഈ 30 വെള്ളിക്കാശ് ആലയത്തിലേക്ക് വലിച്ചെറിയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ കുഞ്ഞെ ഇതൊന്നും യാദർച്ഛികമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇതെല്ലാം മുന്നമേ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 30 വെള്ളിക്കാശിന് കർത്താവിനെ ഒറ്റുകൊടുക്കുക, കർത്താവിന്റെ വലിയായ 30 വെള്ളിക്കാശിന് കർത്താവിനെ ഒറ്റുകൊടുക്കുമെന്ന് വേദപുസ്തകത്തിൽ കാണുന്നത് ഇതൊരു രക്ഷാ പദ്ധതിയുടെ ആരംഭമാണ്. കരകേൾക്കുന്ന സ്തോത്രം ചെയ്ത 30 വെള്ളിക്കാശ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയുടെ വലിയ ഒരു സത്യമാണ്. ഞാൻ ചിന്തിക്കുക, യൂദ 30 അല്ല 300 വെള്ളിക്കാശ് ചോദിച്ചാലും ആമേൻ. നമുക്കറിയാം സ്വച്ഛവാറ്റ മാംസത്തൈലം ആമേൻ 300 വെള്ളിക്കാശിനൊക്കെ അത്യാവശ്യം വിലയുള്ളതാണ്. ആമേൻ. അതിനേക്കാളും വിലയുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം ചോദിച്ചാൽ ആമേൻ ആമേൻ ഒരു വർഷത്തെ എങ്കിലും പൈസ അല്ലെങ്കിൽ ഒരു 300 വെള്ളിക്കാശെങ്കിലും ചോദിക്കാമായിരുന്നു, ഇല്ലെങ്കിൽ 50 വെള്ളിക്കാശെങ്കിലും ചോദിക്കാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് യൂദ 30 വെള്ളിക്കാശ് ചോദിച്ചത്? 30 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ 30 ദിവസത്തെ ജോലിയുടെ പൈസ മാത്രമേ ഉള്ളൂ. അതാണോ ആ വില? യേശു കർത്താവിന്റെ വില 30 വെള്ളിക്കാശാണോ? അല്ല. ദൈവത്തിന്റെ വൈദ്യരെ, ദൈവത്തിന്റെ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിവൃത്തിയാകേണ്ടതിന് യൂദ ചോദിച്ചത് വെറും 30 വെള്ളിക്കാശാണ്. ദൈവത്തിന്റെ വൈദ്യരെ, ഏത് കാര്യങ്ങൾക്ക് ഏത് വിഷയത്തിനകത്ത് നിനക്കൊരു ഭാരമുണ്ടെങ്കിലും നീ വേദപുസ്തകം തുറന്ന് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ നിന്നോടുള്ള ദൈവത്തിന്റെ ആലോചന ദൈവം അറിയിക്കും. അത് യാദൃച്ഛികമല്ല, അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നിന്നോടുള്ള ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയിലുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ദൈവം നിന്നോട് അറിയിക്കും. യേശു കർത്താവിന്റെ വില അത് മനുഷ്യന്റെ വിലയിരുത്തലാണ്. ഞാൻ അതിനെ കുറിച്ച് ചില മുഖവുരകൾ മാത്രം പറഞ്ഞിട്ട് വചനത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ വിലയാണ് 30 വെള്ളിക്കാശ്. അത് ദൈവത്തിന്റെ വിലയിരുത്തലല്ല, അത് മനുഷ്യന്റെ വിലയിരുത്തലാണ്. എന്തുകൊണ്ടാണ് 30 വെള്ളിക്കാശ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു വരും. രണ്ടാമത്തതായ കാര്യം പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. മൂന്നാമത്തതായിരിക്കുന്ന കാര്യം പ്രൈസ് ദി ലോർഡ്
ആമേൻ ഒരു കുശവന്റെ നിലത്തെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. ദൈവ മനുഷ്യനായി വന്ന യേശുവിനെ മനുഷ്യർ വില കുറച്ച് വിൽപ്പന ചെയ്തതിന്റെ ചരിത്രമാണ് ആ 30 വെള്ളിക്കാശ്. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ വൈകലെ കർത്താവായ യേശു കർത്താവിന് മനുഷ്യൻ വിലയിട്ടത് വെറും 30 വെള്ളിക്കാശ് മാത്രമേ ഉള്ളൂ. അത് അടിമയുടെ വിലയാണ്. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ വൈകലെ നീ കർത്താവിന് വിലയിടുന്നത് എത്ര വിലയാണ് നീ കർത്താവിന് ഇടുന്നത്? ഹല്ലേലൂയ. നീ കർത്താവിന് കൊടുക്കുന്നതിന്റെ വില എന്താണ്? ഞാൻ ഒരിക്കലും ഒരു ചർച്ചയിൽ ചെന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ചർച്ചയിൽ ചെന്ന സമയത്ത് അവിടെ ഒരു ടിന്നിനകത്ത് ഒരു 10 രൂപ നോട്ട് കിടക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, പാസ്റ്റേ പൈസക്കൊന്നും ആവശ്യമില്ല, ഇതെന്താ ഇങ്ങനെ വെച്ചേക്കുന്നത്? പൈസയൊന്നും എടുക്കുക, പൈസ എന്താ ഇത് ഒരു വലിയ ടിന്നിനകത്തുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ തന്നെ പൈസകളെല്ലാം എടുത്ത് കാണിച്ചു. ഇത് 10-20 വർഷം മുമ്പുള്ള ഒരു കാര്യമാണ്, ഇന്ന് ഒന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ആമേൻ. നോക്കിയപ്പോഴുണ്ട് കീറിയ നോട്ടുകളും ഒട്ടിച്ച നോട്ടുകളും. ആമേൻ. ഇതൊന്നും മനുഷ്യർ കടയിൽ കൊണ്ട് കൊടുത്താൽ എടുക്കത്തില്ല. പക്ഷെ ദൈവം പാസ്റ്റർ അതെല്ലാം സൂക്ഷിച്ചു വെച്ചേക്കുകയാണ് ആ 10 രൂപ നോട്ട്. കാരണം പാസ്റ്റർ ധർമ്മസങ്കടത്തിലാണ്. ഇത് ബാങ്കിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ പാസ്റ്റർ ഇത്രയും 10 രൂപ കീറിയതാണെന്ന് ചോദിച്ചാൽ ബാങ്കുകാർ ചോദിച്ചു കഴിഞ്ഞാൽ സ്വപ്രകാശ് കിട്ടാന്ന് പറയാൻ പറ്റുമോ? അതും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാസ്റ്റർ അതെല്ലാം മാറ്റി വെച്ചിരിക്കുക. ഞാൻ പറയുന്നത് ഒരു കീറിയ നോട്ടിന്റെ വിലയല്ല, 10 രൂപയുടെ വിലയല്ല. കർത്താവിന്റെ വില എന്ന് പറയുന്നത് നിന്റെ ആത്മ ജീവിതത്തിനകത്ത് നീ കർത്താവിന് എന്തുമാത്രം വില കൊടുക്കുന്നുവോ അതാണ് ആമേൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് അങ്ങനെയാണോ എന്ന് ചിന്തിച്ചു നോക്കുക. ഒരു 30 വെള്ളിക്കാശാണ് വിലയിട്ടത്, അത് അടിമയുടെ വിലയാണ്. തീരെ നോട്ടിട്ടതിനൊന്നും ഒരു തെറ്റാണ് ഞാൻ പറയുന്നില്ല. കാരണം കയ്യിൽ അതേ ഉള്ളെങ്കിൽ അത് ഇടുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ നല്ല നോട്ട് മാറ്റി വെച്ചിട്ട് കീരെ നോട്ടിടുന്നതിനകത്താണ് ഒരു തെറ്റ് നമുക്ക് കാണാൻ പറ്റും. അല്ല, കീരെ നോട്ടിട്ടെന്ന് വിചാരിച്ച് കുഴപ്പമില്ല, എന്റെ കയ്യിൽ അതേ ഉള്ളു കർത്താവേ, എനിക്ക് ആഴ്ചയിൽ എനിക്ക് അതേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനത് ദൈവസന്നിധിയെ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞിടുമ്പോൾ പ്രിയമുള്ളവരെ അതിനകത്ത് ദൈവം പ്രസാദിക്കും. നാളെ നല്ല നോട്ടിടാനുള്ള ഒരു കൃപ കർത്താവ് തരും. നല്ല നോട്ട് മാറ്റി വെച്ചിട്ട് കീറിയ നോട്ട് ഇടുമ്പോഴാണ് കർത്താവ് ചിന്തിക്കുന്നത്, എവള് എനിക്ക് ഈ കീറിയ നോട്ടിന്റെ വില മാത്രമേ തരുന്നുള്ളൂ എന്ന് ഓർക്കുമ്പോൾ, ലോകത്തിൽ ഏറ്റവും വിലയുള്ള സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ എന്റെ കുഞ്ഞ് എനിക്ക് തരുന്ന വില ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കുമ്പോൾ കർത്താവിന് വലിയൊരു വിഷമമായിരിക്കും. അതുകൊണ്ട് ആമേൻ, അത് ഞാൻ സന്ദർഭോചിതമായിട്ട് ഓർത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ 30 വെള്ളിക്കാശിന്റെ പശ്ചാത്തലം അതൊരു അടിമയുടെ വിലയാണ്. ഒരു അടിമയുടെ വില, ഒരു അടിമയുടെ വിലയാണെന്ന് പറയുമ്പോൾ പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ ഒരു അടിമയുടെ വില എന്ന് പറയുന്നത് വായിച്ചാൽ, കാള ഒരു ദാസനെയോ ദാസിയെയോ കുത്തിയാൽ എന്ന് പറഞ്ഞാൽ കുത്തിക്കൊന്നാൽ, അതിന് മുകളിലൊക്കെ കൊല്ലുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഉടമസ്ഥന് 30 വെള്ളി ശേക്കെൽ കൊടുക്കണം. കാളയെ കൊന്നുകളയും വേണം എന്ന് പറഞ്ഞാൽ, അപ്പൊ ഞാൻ ഇങ്ങനെ ദൈവജനമായിട്ട് ഇന്ന് രാവിലെ ഇന്ന് ധ്യാനിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്റെ കർത്താവെ, കുത്തുന്ന കാളയെ കൊന്നുകളയുമെന്നാണോ ന്യായപ്രമാണ കാലഘട്ടത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മീയമായ ഈ ദൈവസഭ, നമ്മുടെ സഭയല്ല കേട്ടോ, നമ്മുടെ സഭയുടെ കാര്യമല്ല, എത്രയോ കുത്തുന്ന സ്വഭാവമുള്ള മനുഷ്യരുണ്ട്. എന്നിട്ട് കർത്താവ് ഇവരെല്ലാം കാത്തു സൂക്ഷിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ആമേൻ, എനിക്ക് വലിയൊരു അത്ഭുതമാണ് തോന്നുന്നത്. ശരിയല്ല ഞാൻ പറഞ്ഞത്? ന്യായപ്രമാണ കാലത്ത് അറിയാൻ വയ്യാത്തൊരു കാള, ഈ ന്യായപ്രമാണ കാളയ്ക്ക് അറിയാമോ? ന്യായപ്രമാണ കാളയ്ക്ക് അറിയത്തില്ല, പക്ഷേ കാളയും ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്. അപ്പോൾ ഈ കാള ഒരാളെ കുത്തിക്കൊന്നാൽ ആ കാളെ പിന്നെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, നാളെ വേറൊരാളെ കൊല്ലാതിരിക്കാൻ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പൊ ഞാൻ ചിന്തിച്ച കാര്യം പറഞ്ഞു, നമ്മുടെ ആത്മീയ സഭകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ മണ്ഡലത്തിനകത്ത് ഇതുപോലുള്ള എത്രയോ ആളുകളെ സർവശക്തനായ ദൈവം വെച്ചുകൊണ്ടിരിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ദൈവത്തിന്റെ കൃപ മനസ്സിലും ഇങ്ങനെ ഓർമ്മ വരികയാ. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. അപ്പോൾ ഒരു അടിമയുടെ വിലയാണ് 30 വെള്ളിക്കാശ്.
30 വെള്ളിക്കാശ് ഒരു അടിമയുടെ വിലയാണ്. അപ്പോൾ ഒരു അടിമയുടെ വിലയാണ്, ഒരു അടിമയ്ക്ക് മാർക്കറ്റിലെ വില എന്താ? അതിന് ഉടമസ്ഥൻ, അടിമയുടെ ഉടമസ്ഥന് നഷ്ടപരിഹാരം കൊടുക്കുന്നത് 30 വെള്ളിക്കാശ്. അപ്പൊ നമ്മുടെ കർത്താവിന് നമ്മൾ നോക്കിയ അടിമകൾക്ക് മനുഷ്യരെന്നുള്ള നിലയിൽ വിലയില്ല. 30 വെള്ളിക്കാശ്. ഒരു വസ്തു എന്ന നിലയിലാണ് കൈമാറ്റങ്ങൾ നടക്കുന്നത്. അടിമ കച്ചവടം ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. ഈ അടുത്ത കാലം, കുറച്ചു നാളുകൾക്ക് മുമ്പ് വരെ, സ്വാതന്ത്ര്യാനന്തരമല്ല, അതിനു മുമ്പ് അടിമ കച്ചവടം ഉണ്ടായിരുന്നു. അടിമകളെ വ്യാപാരം ചെയ്തിരുന്നു. എന്റെ മെസ്സേജിന്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ വസ്തു കൈമാറുന്നത് പോലെ, കാളെ വിൽക്കുന്നത് പോലെ, ആടിനെ വിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു വസ്തു വിൽക്കുന്നത് പോലെ ഒരു അടിമയെ വിൽപ്പന നടത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന്, ഒരു അടിമയ്ക്ക് മനുഷ്യൻ എന്നുള്ള നിലയിൽ വിലയുണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കിയേ, 30 വെള്ളിക്കാശ് ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നവന്റെ വിലയാണ്. 30 വെള്ളിക്കാശ് ഏറ്റവും താഴ്ന്നവന്റെ വിലയാണ്. 30 വെള്ളിക്കാശ് ഒട്ടും വിലയില്ലാത്തവന്റെ വിലയാണ്. അങ്ങനെ വരുമ്പോൾ ഈ 30 വെള്ളിക്കാശ് എന്ന് പറയുമ്പോൾ കർത്താവായ യേശു കർത്താവ് ഇട്ടത് ഈ 30 വെള്ളിക്കാശാണ് വില. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ വചനേ, ഈ 30 വെള്ളിക്കാശാണ് കർത്താവിന് വിലയായിട്ടിട്ടത്. യേശുവിനെ വിറ്റവർ പറയുന്നതായ കാര്യം, അവൻ നമ്മളിൽ ഒരാളല്ല, അവൻ വിലപ്പെട്ടവനല്ല. അവൻ കേവലമായിരിക്കുന്ന ഒരു വസ്തു പോലെ നമുക്ക് അവനെ വിലമതിക്കാം. അതിനാൽ യേശു കർത്താവിന് 30 വെള്ളിക്കാശ് മതി. നമ്മളിൽ ഒരുവനെ പോലെ നമ്മൾ അവനെ കൂട്ടുന്നില്ല. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അവനെ കൂട്ടുന്നില്ല. ഒരു അടിമയുടെ വില പോലെ നമ്മൾ അവന് കൊടുക്കുന്നില്ല. അവന് വെറും 30 വെള്ളിക്കാശ്. ഇത് യേശു കർത്താവിനെ അപമാനിക്കാനാണ് ഈ 30 വെള്ളിക്കാശ് കൊടുത്തത്. ദൈവത്തിന്റെ വചനേ, യേശു കർത്താവിനെ അപമാനിക്കുവാൻ ഇന്ന് കർത്താവിന്റെ തിരുമേശയുടെ മുമ്പാകെ ദൈവത്തിന്റെ പൈതലായിരിക്കുമ്പോൾ, ഒരു മാനപാത്രമായി ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ, ഹല്ലേലൂയ, മാനപാത്രങ്ങളല്ലാതിരുന്ന നമ്മെ, മാനഹീനരായിരുന്ന നമ്മെ മാനപാത്രങ്ങളായി ദൈവം തിരഞ്ഞെടുത്ത് നമ്മളെ ഈ ആലയത്തിന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ പൈതലെ നിന്നെ കൊണ്ടുവന്നിരിക്കുമ്പോൾ നിന്റെ കർത്താവിന്റെ വില അത്രയിട്ടുള്ള ആ കാര്യം നീ മറക്കരുത്. ഫിലിപ്പിയരുടെ 2-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അവൻ 6-7 അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ, കർത്താവ് യേശു കർത്താവ് ദൈവരൂപത്തിൽ ഇരിക്കെ, പുത്രനായ ദൈവം ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി 30 വെള്ളിക്കാശിന് തന്നെത്താൻ വിൽക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 30 വെള്ളിക്കാശിന് അവൻ വിൽക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത് ഏത് സാഹചര്യത്തിലാണ്? നമ്മുടെ കർത്താവ് ദൈവരൂപത്തിലിരിക്കെ, ദൈവത്തിരൂപത്തിലിരിക്കുന്ന കർത്താവിനെ 30 വെള്ളിക്കാശിന് വിൽക്കാൻ പറ്റുമോ? വിൽക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ആ കസേര വിട്ട് ഒഴിഞ്ഞു. കസേരയല്ല വിഷയം, ദൈവത്തിന്റെ ജനമാണ്. കസേരയല്ല വിഷയം, ധനമല്ല വിഷയം, മാനമല്ല വിഷയം. ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വിലയാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യന്റെ വിഷയം മാനവും പദവി, കസേര വിടാനാ ബുദ്ധിമുട്ട്. എന്നാൽ യേശു കർത്താവ് ലോകത്തിലെ ഏറ്റവും, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വിലയുള്ള സ്വർഗത്തിലെ ദൈവ സിംഹാസനം വിട്ട് ഈ താണഭൂമിയിലേക്ക് വന്നെന്ന് പറയുമ്പോൾ എന്ത് വലിയൊരു മാതൃക കർത്താവാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സംബന്ധം മുറുകെ പിടിച്ചു കൊള്ളണം.
മുറുകെ പിടിച്ചു കൊള്ളണം. നമ്മള് കൊച്ചു പിള്ളേരെയൊക്കെ കസേരയിലിട്ട് ഇരുത്തിയിട്ട് നമ്മൾ പറയാ, എടാ ഒന്ന് എഴുന്നേറ്റ് മാറടാ, പപ്പ ഇരിക്കട്ടടാ, അല്ലെ ആന്റി ഇരിക്കട്ടടാ എന്ന് പറഞ്ഞാൽ കൊച്ചു 2 കൈ കൊണ്ട് കസേരയിൽ എഴുതി പിടിച്ചു. കർത്താവ് അങ്ങനെ എഴുതി പിടിച്ചില്ല. മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ എന്താ എടുത്തത്? ദാസരൂപം. 30 വെള്ളിക്കാശിന് ഒറ്റി കൊടുക്കാനുള്ള ദാസരൂപം എടുത്ത് മനുഷ്യ സദൃശത്തിലായി സെഖരിയാ പ്രവാചകൻ മുഖാന്തരമായി അരുളി ചെയ്തത് നിവൃത്തിയാകേണ്ടതിന് നമ്മൾ യിരെമ്യാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുക. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ 45-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എടുത്തിട്ടുള്ളവർക്ക് വായിക്കുക. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുക്കാനും അത്രേ വന്നത്. അപ്പോൾ കർത്താവിനറിയാം ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ 30 വെള്ളിക്കാശിന്റെ വിലയുള്ളൂ തന്റെ ജീവനെ മനുഷ്യൻ ഇടുന്നതെന്ന്. പക്ഷേ ഞാനിവിടെ വന്നത് അധികാരം സ്ഥാപിക്കാനല്ല, ഞാനിവിടെ വന്നത് രാജാവായിട്ട് വാഴാനല്ല. ഞാനിപ്പോൾ കുഞ്ഞാടായിട്ട് മരിക്കാനാണ് വരുന്നത്. ഞാൻ രാജാവായി വരുന്ന ഒരു സുദിനമുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ ഈ ലോകത്തിലേക്ക് വരുന്നത് കുഞ്ഞാടായിട്ട് മരിക്കാനാണ്. ആ കുഞ്ഞാടിന്റെ വിലയാണ്. ആ കുഞ്ഞാടിന്റെ വില പോലുമില്ല, ഒരാടിന്റെ വില പോലുമില്ല, ഒരടിമയുടെ വിലയായിട്ട് ഈ ഭൂമിയിലേക്ക് നമ്മുടെ കർത്താവ് വന്നിരിക്കുമ്പോൾ അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുക്കാൻ. ആ മറുപടി എന്താ? അവരെ എത്ര മനുഷ്യന്റെ ഭാഷയിൽ 30 വെള്ളിക്കാശ്. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ആ കർത്താവ് നമുക്ക് ഏറ്റവും നല്ലൊരു മാതൃക നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ വെച്ചിട്ട് പോയിട്ടുണ്ട്. അതിന്റെ 44-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണമെന്ന് പറഞ്ഞിട്ടാണ് 45-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യപുത്രനെ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ. അതായത് യേശു കർത്താവിനെ അടിമയ്ക്ക് വിലപതിച്ചവര് കാണാതെ പോയത് ഈ പ്രവചനത്തിലെ സത്യമാണ്. യേശു കർത്താവ് എന്താണ് അടിമയുടെ വില? അടിമയുടെ വില തരാൻ കാരണം യേശു കർത്താവ് അടിമയായിരുന്നവരെ മോചിപ്പിക്കാൻ അടിമയുടെ വിലയിൽ വിൽക്കപ്പെട്ടു. നമുക്ക് നമ്മുടെ സമൂഹത്തിൽ എന്തുമാത്രം വിലയുണ്ട്? വിലയില്ലാത്ത നമ്മളെ കാണുമ്പോൾ എത്രയോ ഭിക്ഷക്കാര് റോഡ് സൈഡിൽ ഇരിക്കുക. ഏതെങ്കിലും ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് വിലയിടുന്നുണ്ടോ? ഒരു മനുഷ്യൻ എന്നുള്ള വില അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ കർത്താവ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്റെ, അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ള സകല മനുഷ്യന്റെ ആത്മാവിന് ഒറ്റ വില ഇട്ടിട്ടുള്ളൂ. അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും റഷ്യൻ പ്രസിഡന്റ് ആണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും ലോകത്തിലുള്ള ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനാഢ്യനും, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രനും, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനും, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാമരനും എല്ലാം ഇട്ടിരിക്കുന്ന ഒറ്റ വില മാത്രമേ ഉള്ളൂ. ആമേൻ. അതാണ് ആത്മാവിന്റെ വില. വിളിരിക്കുന്ന എല്ലാവർക്കും സ്വർഗം ഇട്ടിരിക്കുന്നത് ഒറ്റ വിലയേ ഉള്ളൂ. പദവിയുടെ അടിസ്ഥാനത്തിൽ അച്ചായനെന്നോ ആന്റി എന്നോ സാറെന്നോ മാഡമെന്നോ ഒക്കെ വിളിക്കാം. പക്ഷെ ദൈവം അങ്ങനെ ആരെയും സാറെന്ന് വിളിക്കുന്നില്ല, മാഡമെന്ന് വിളിക്കുന്നില്ല, ഒന്നും വിളിക്കുന്നില്ല. ദൈവത്തിന് ഒറ്റ വില മാത്രമേ ഉള്ളൂ. സകല മനുഷ്യർക്ക് ഇട്ടിരിക്കുന്ന ഒറ്റ വില മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പക്ഷെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വിലക്ക് വ്യത്യാസം വരും. എന്തുകൊണ്ട് വിലക്ക് വ്യത്യാസം വരും? ദൈവസ്മരണയുടെ പുസ്തകത്തിലെല്ലാം എഴുതി വെച്ചിരിക്കും. ഈ ആഴ്ച നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കർത്താവിന്റെ നാമത്തിന് വേണ്ടി, അതൊരു വില തന്നെയാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാർക്ക് വരുന്നത്. നമ്മുടെ സൺഡേ സ്കൂളിലെ കുട്ടികൾക്കുള്ളതായിരിക്കുന്ന മാർക്കുകൾ നമ്മുടെ വാട്സാപ്പ്, നമ്മുടെ സഭയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് പിന്നെ അത് മാറ്റാൻ പറ്റുമോ? പരീക്ഷ കഴിഞ്ഞു, ഇനി എഴുതാൻ പറ്റും. അതുകൊണ്ടാണ്
ഈ പരീക്ഷയിൽ നമ്മൾ തോൽക്കരുത് എന്ന് പറയാനുള്ള കാര്യം, ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് നമ്മൾ തോൽക്കാൻ പാടില്ല. കാരണം ഇതിനു ശേഷം ഒരു പരീക്ഷ നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്തേ പോകാം. നമ്മുടെ പുസ്തകം ഒരിക്കലും ശൂന്യമാകരുത്. ആമേൻ. കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ നാട്ടില് നമ്മള് 17 കിറ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. 10 കിറ്റുകൾ ഈ നാട്ടിലെ ജാതിയോ മതമോ വ്യത്യാസമൊന്നും ഇല്ലാതെ കൊടുക്കുകയാണ്. പക്ഷെ 4 പേരുടെ ലിസ്റ്റ് മാത്രമേ ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളൂ. നിങ്ങളുടെ നാട്ടിൽ, നമ്മൾ താമസിക്കുന്നതായിരിക്കുന്ന നാട്ടില് ക്രിസ്തുവിലോ എവിടെയൊക്കെ ആരൊക്കെ കിടപ്പ് രോഗികളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഇവിടെ പേര് തന്നിട്ടില്ല. എന്താ കാര്യം? നമുക്ക് അത്രേ അതിന്റെ ഒരു ഉത്തരവാദിത്തമുള്ളൂ. കഷ്ടപ്പാടപ്പെടുന്നവരുടെയും വിശക്കുന്നവരെ കുറിച്ചുള്ള ഒരു ഭാരം നമ്മുടെ മനസ്സിനകത്ത് അത്രയോ. ശരിയല്ല ഞാൻ പറഞ്ഞത്? നാളെ അത് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം, പ്രിയമുള്ളവരെ, മറ്റ് കഷ്ടപ്പെടുന്നവരെ കുറിച്ചുള്ള ഭാരം, ഒരു നേരത്തെ ഭക്ഷണത്തിനും ഇല്ലാത്തവരെ കുറിച്ചുള്ള ഭാരം, വേദനിക്കുന്നവരുടെ ഒരു ഭാരം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് ജാതിയില്ല, മതമില്ല, ഒരു ഗോത്രമൊന്നും അതിനകത്ത് വിഷയമല്ല. വിശപ്പ് എല്ലാവർക്കും വിശപ്പാണ്, അല്ലേ? ദാഹം എല്ലാവർക്കും ദാഹമാണ്. വേദന എല്ലാവർക്കും വേദനയാണ്. ഞാൻ രോഗിയായ എനിക്കൊരു വേദന ശരീരത്ത് വന്നാൽ, എനിക്ക് എത്ര വയസ്സുണ്ടെങ്കിലും, അത് ലോകത്തിലെ ഏറ്റവും വലിയ ധനാഠ്യനായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു വേദന വന്നാൽ വേറൊരാൾക്ക് ആ വേദന വിൽക്കാൻ പറ്റില്ല. പറ്റുമോ? ഞാൻ വലിയ കാശുകാരൻ, അതുകൊണ്ട് എന്റെ വേദന നിങ്ങൾ എടുത്തോ, ഞാൻ ഇതിന്റെ പൈസ തന്നേക്കാം എന്ന് പറയാൻ പറ്റുമോ? അവനവന്റെ വേദന അവനവൻ സഹിച്ചേ പറ്റൂ. ഈ ഒരു കാര്യം കൂടെ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഒരവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇപ്പോ നിങ്ങൾ പറയുമ്പോ തെറ്റിദ്ധരിക്കുന്നത് കേട്ടോ. ഇനി ജീവിക്കാൻ പോകുന്ന സഹോദരിമാരൊക്കെ ഇത്തിരി ഭാഗ്യമുള്ളവരാണോ, നിർഭാഗ്യവാന്മാരാണോ എന്ന് കാലം തെളിയിക്കാൻ പോവുക. കാരണം വേദനയോടെ മക്കളെ പ്രസവിക്കുന്നുവെന്ന് നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ചൈനയിലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പ്രസവിക്കാൻ അമ്മമാരുടെ ഒരു ആവശ്യമില്ലാത്ത നിലയിലൊക്കെ വരികയാണ്. ഇവിടെ സഹോദരിമാരൊക്കെ പറയുന്നത്, ഈ കഥാവി ഒരു 50 വർഷത്തെ തിരിച്ചാൽ മതിയായിരുന്നെന്ന്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബോട്ടുകളൊക്കെയാണ് ഈ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനായിട്ട് പോകുന്നത്. പക്ഷേ വലിയ ധാർമ്മികമായ വലിയൊരു പ്രശ്നം നടക്കുകയാണ്. അമ്മയ്ക്കും കുഞ്ഞിനും അല്ലെങ്കിൽ പിതാവിനും ഈ ബന്ധങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. രക്തബന്ധം ഉണ്ടാകുമോ? ഉണ്ടാകും. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ടൊരു ബന്ധമുണ്ട്. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം, അമ്മയും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധം. അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, യന്ത്രത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ജീവിതത്തിന്റെ യാന്ത്രികമായിട്ട് മാറും. ഇന്നേ യാന്ത്രികമായി. അതിന്റെ ധാർമ്മികയും അധാർമികതയും ഒക്കെ ലോകത്തില് അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇതാണ്, പ്രിയമുള്ളവരെ, ഈ വേദന കൂടെ മനുഷ്യനെ ഏൽപ്പിക്കാൻ പറ്റുമോ? നമ്മുടെ വേദന, ക്യാൻസർ രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിയുടെ വേദന അദ്ദേഹം സഹിച്ചേ പറ്റൂ. നിസാരമായ ഒരു വയറുവേദന വന്നാൽ നമ്മൾ സഹിച്ചില്ല പറ്റൂ. കൈ ഒന്ന് കുത്തിപ്പഴുത്തു, അതിന് വേദന വന്നാൽ ആര് സഹിക്കും? ഡോക്ടറെ ഇതാണ് മിഷൻ ഒളിപ്പിക്കാൻ പറഞ്ഞ് ഏൽപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ പറഞ്ഞ പദത്തിന്റെ പ്രധാനപ്പെട്ടതായ കാര്യം, ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒരേ വിലയാണെന്ന് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. എന്നാൽ ലോകത്തിന്റെ നിലയിൽ നമ്മൾ ചിലരെയൊക്കെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ കർത്താവ് ജനിച്ചത് ഒരു ദാസനായിട്ടാണ്. നമ്മുടെ കർത്താവ് ജനിച്ചത് ഒരു അടിമയുടെ വിലയ്ക്കാണ്. നമ്മുടെ കർത്താവ് മരിച്ചത്, വിൽക്കപ്പെട്ടത് ഒരു അടിമയുടെ വിലയ്ക്കാണ്. നമ്മുടെ കർത്താവിനെ വിലയില്ലാത്തവരായ ആളുകൾ കണ്ടു. ദൈവത്തിന്റെ നിന്നെ ആരെല്ലാം വിലയില്ലാത്തവരായി കണ്ടാലും സ്വർഗ്ഗം നിന്നെ വിലയേറിയവനും
മാന്യനുമായി ഇടുന്നത് കൊണ്ട് ഇന്ന് പൽക്കാല കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാ. ആരെല്ലാം നിനക്ക് വിലയില്ലാതായിട്ടിട്ടാലും സ്വർഗം നിനക്ക് വിലയിട്ടാൽ അവനെ ആർക്കും വിളിക്കാൻ കഴിയുകയില്ല. സ്വർഗം നിനക്കിട്ടിരിക്കുന്ന വില അത് കാൽവരിയിലെ രക്തത്തിന്റെ വിലയാണ്. അത് മറുപടിയായി കൊടുത്ത ജീവന്റെ വിലയാണ്. മറുപടിയായി കൊടുത്ത രക്തത്തിന്റെ വിലയാണ്. വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ വലിയ ലോകത്തിലെ മറ്റു വസ്തുക്കളേക്കാൾ ഏറ്റവും വലിയ ആ പുണ്യാവിന്റെ രക്തത്താൽ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നതിന്റെ വിലയാണ് ഏറ്റവും വലിയ വില. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇപ്പോൾ യേശു കർത്താവ് അടിമയുടെ വിലയ്ക്ക് ആമേൻ. നമ്മുടെ കർത്താവ് ജനിച്ചത് എവിടെയാ? നമ്മൾ പാടാറുണ്ട്, കേട്ടിട്ടുണ്ട്. കാലിത്തോഴത്തിൽ പിറന്നവനെ എന്നൊക്കെ പാട്ട് പാടാറുണ്ട്, അല്ലേ? കേട്ടിട്ടുണ്ട്. അതിന്റെ ട്യൂണൊക്കെ നോക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. പക്ഷെ കർത്താവ് കാലിത്തൊഴുത്തിലാണ് ജനിച്ചത്, അല്ല. കാലിത്തൊഴുത്തിൽ കിടക്കുന്ന സമയത്താണ് ആമേൻ വിദ്വാൻമാര് വന്ന് കണ്ടത്. അല്ല, അത് വീട്ടിൽ വന്നപ്പോഴാണ്. തെരുവിൽ ജനിച്ച കർത്താവിനെ കാലിത്തൊഴുത്തിൽ കിടത്തിയത് മാത്രമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു കർത്താവ് തെരുവിൽ ജനിച്ചെങ്കിൽ, തെരുവിൽ ജനിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കണം. തെരുവിൽ ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞുണ്ടായാൽ അവർക്ക് യാതൊരുവിധമായ കെയറിംഗുമില്ല. ഡോക്ടർമാരില്ല, മെഡിക്കൽ സംഘമില്ല, അവൻ ആരുമില്ല, സ്വകാര്യതയില്ല, ഒന്നുമില്ലാതെ ഹല്ലേലൂയ കാട്ടിലെ മൃഗത്തെ പോലെ ഒരു മനുഷ്യ ജീവന് ജന്മം കൊടുക്കുമ്പോൾ ഹല്ലേലൂയ ആ മനുഷ്യ കുഞ്ഞിനെന്താണ് വിലയുള്ളത്? ദാസരൂപം സ്വീകരിച്ചെന്ന് പറയുമ്പോൾ യേശു കർത്താവ് സ്വയം ഏറ്റെടുത്തത് ആ വിലയാണ്. കാര്യത്തിൽ സ്തോത്രം ചെയ്താണ്. നമ്മൾ പറയാറുണ്ട് കർത്താവിന്റെ വലിയ ദാസൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തുമാത്രം വിലയ. നമുക്ക് കർത്താവ് വിലയിട്ടില്ലെങ്കിൽ ഒരു വിലയില്ലെന്നേ. ആരെല്ലാം നമ്മൾ എടുത്ത് പൊക്കി വേടെടുത്ത് വെച്ചാലും അല്ലെങ്കിൽ കർത്താവ് നമുക്ക് വിലയില്ലെങ്കിൽ ഇട്ടില്ലെങ്കിൽ നമുക്ക് എന്താ വില? ഹല്ലേലൂയ. വന്നാട്ടെ ഇരുന്നാട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരുത്തിയാലും കർത്താവ് നമ്മളെ ഇരുത്തുന്നില്ലെങ്കിൽ എന്താ വിലയുള്ളത്? അതിനകത്ത് കർത്താവ് നമ്മളെ വിലയിടുന്നില്ലെങ്കിൽ എന്താണ് വിലയുള്ളത്? അതുകൊണ്ട് ഇന്ന് പൽക്കാല ദൈവസന്നിധിയിൽ പറയണമേ, കർത്താവ് എനിക്കൊരു വിലയുമില്ല. സ്വർഗ്ഗം എന്നെ കുറിച്ചിടുന്ന വിലയല്ലാതെ എനിക്ക് മറ്റൊരു വിലയില്ല. വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. നമ്മളെ കർത്താവിന്റെ വിലയേറിയ ദാസനെന്നോ, കർത്താവിന്റെ വിലയേറിയ ദാസിയെന്നോ, കർത്താവിന്റെ വിലയേറിയ സഹോദരനെന്നോ, കർത്താവിന്റെ വിലയേറിയ സഹോദരിയെന്നോ, സാറെന്നോ ഒന്നും വിളിച്ചില്ലെങ്കിലും നമ്മളെ പ്രയാസപ്പെടരുത്. ഞാൻ ഒത്തിരി പേരെ നമ്മൾ ഈ സഹായിക്കുന്ന ആളുകളെയൊക്കെ ഞാൻ വാട്സാപ്പിൽ സംസാരിക്കുമ്പോൾ ആമേൻ അവരെ വിളിക്കാറുണ്ട്, സാറേ എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ അവർ പറയും സാറെന്ന് തന്നെ വിളിക്കരുത്, എന്നെ സഹോദര എന്ന് വിളിച്ചാൽ മതി, എന്നെ പേര് വിളിച്ചാൽ മതി. അവരാ UK നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ പല ഗൾഫിൽ നിന്നൊക്കെ സഹോദരന്മാരോട് പറയുന്നതാ, അവനെ സാറെന്ന് വിളിക്കരുത് കേട്ടോ, പേര് വിളിച്ചാൽ മതി. ഞാൻ അത്രയൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഞാൻ ഓർക്കാൻ പിന്നെ അവര് സാറെന്നെ വിളിക്കത്തുള്ളൂ. കാരണം മിക്കവാറും എല്ലാവരും തന്നെ എന്നോട് സാറേ എന്ന് വിളിക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനമാണ്, അവർക്ക് കൊടുക്കുന്ന സ്നേഹമാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇളമ കൊണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു താഴ്മ കൊണ്ടാണ് അവർ പറയുന്നത്, ജനങ്ങളെ അങ്ങനെ പേര് വിളിക്കുമ്പോൾ പേര് വിളിച്ചാൽ മതി, അല്ലെ സഹോദരൻ എന്ന് വിളിച്ചാൽ മതി. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പേരിലെ നമ്മളെ സാറേ എന്ന് വിളിച്ചില്ലെങ്കിലും, നമ്മളെ വിലയേറിയെന്ന് വിളിച്ചില്ലെങ്കിലും, നമ്മളെ വിളിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ പേരിന് പുറത്ത് ബഹുമാന പദങ്ങളൊന്നും നമ്മൾ വെക്കണമെന്നില്ല. പക്ഷെ നമുക്ക് ബഹുമാന പദം വിട്ട് വിശ്വസ്തനും നല്ലവനുമായ ദാസനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പേര് വിളിച്ച് സ്വർഗത്തെ അനേകായിരം വിശുദ്ധന്മാരുടെ മധ്യേ, കോടാനുകൂടി വിശുദ്ധന്മാരുടെ മധ്യേ നമ്മെ മാനിക്കുന്ന ഒരു വ്യവസ്ഥ ഉണ്ട് എന്ന് ഓർക്കുമ്പോൾ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ മരണത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് 30 വെള്ളിക്കാശിന്റെ വില? അടിമയെ കൊന്നപ്പോൾ നൽകിയ വിലയാണ്, കൊല്ലുമ്പോഴുള്ള വിലയാണ് നമ്മൾ ചിന്തിച്ചു. പാപം ചെയ്യുന്ന മനുഷ്യർക്ക് വേണ്ടി
യേശു കർത്താവ് ഏറ്റെടുത്ത വിലയാണ് 30 വെള്ളിക്കാശ്. ഭാവിയായിരിക്കുന്ന മനുഷ്യന് വേണ്ടി സ്വർഗത്തിൽ യാതൊരു വിലയുമില്ല. ബില്ലിഗ്രാമിന്റെ മെസ്സേജിൽ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. സ്വർഗം ശൂന്യമായി കിടന്നാലും ഒരു ഭാവിയെയും സ്വർഗത്തിൽ കയറ്റില്ലെന്ന് അദ്ദേഹം പ്രസംഗിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഭാവിക്ക് യാതൊരു വിലയും ഇല്ല സ്വർഗത്തിൽ. അതുകൊണ്ടാണ് ഭാവിയായിരിക്കുന്ന മനുഷ്യന് വേണ്ടി ദൈവം 30 വെള്ളിക്കാശിന് തന്നെത്താൻ വിറ്റത്. കഴിവെട്ടിയെന്ന് സ്തോത്രം ചെയ്താൽ നമ്മൾ എന്തെങ്കിലും ഇത്രയും ഈ 30 വെള്ളിക്കാശിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഈ 30 വെള്ളിക്കാശിനെ അതിനെ കുറിച്ച്, എന്നാൽ ഇന്ന് നമ്മൾ ഒരുമിച്ച് അതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. യേശുവിന്റെ രക്തത്തിൽ യഥാർത്ഥമായിരിക്കുന്ന വില എന്താണ്? അത് കളക്കാനാകാത്ത വിധത്തിൽ വിലയുള്ളതാണ് യേശു കർത്താവിന്റെ രക്തത്തിന്റെ വില. 1 പത്രോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-19 വാക്യം എടുത്തെങ്കിൽ വായിക്കാം. വൃത്തവും പുത്രപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വായിക്കാം. നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവ സ്വർഗത്തെക്കാൾ വെള്ളിയേക്കാൾ വിലയേറിയവന്റെ രക്തത്തെ മനുഷ്യൻ 30 വെള്ളിക്കാശിന് വില കിട്ടു. അതുകൊണ്ടല്ലേ യൂദ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തെന്നും പറഞ്ഞല്ലേ? അപ്പൊ രക്തമാണ് അവിടെ പ്രധാനം. യൂദയ്ക്ക് പിന്നാണ് ബോധം വന്നത്, കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തത്. അപ്പൊ ആ രക്തത്തിന് വില എന്താ? സ്വർഗത്തേക്കാൾ എന്ന് പറയുമ്പോൾ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. എത്രയോ വെള്ളിയും പൊന്നും ഒക്കെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഉരുക്കിയാൽ ഉരുകിപ്പോകും. അതുകൊണ്ട് വേറെ ആഭരണങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വേറെ വസ്തുക്കൾ ഉണ്ടാക്കാം. പക്ഷേ കഴിഞ്ഞ 2000 വർഷങ്ങളായി ഒരു രൂപമാറ്റവും വരാത്ത ഒന്നാണ് യേശു ക്രിസ്തുവിന്റെ കാൽവരി ചൊരിഞ്ഞ രക്തം. ആ രക്തം ഇന്നും ജീവിക്കുന്നു. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. ആ രക്തം ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് രക്തത്താൽ ജയം. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ജയം. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ജയം. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ജയം. രക്തം ജയം. നമ്മൾ ബസ്സിലൊക്കെ ഇരുന്ന ബസ് ചരിയുമ്പോഴൊന്നും രക്തം ജയമൊന്നും പറയരുത് കേട്ടോ. കാരണം അടുത്തിരിക്കുന്നവർക്ക് ഏത് രക്തമാണെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് പറയുകയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ജയം എന്ന് പറഞ്ഞു കുഴപ്പമില്ല. രക്തം ജയം എന്ന് പറയപ്പെടായിരിക്കും ആരും വണ്ടി ഇടിച്ചാടും വായിന്ന് പല്ല്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല, കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ വന്ന ബസ്സില് അപകടം ഉണ്ടായി, ചിലരുടെയൊക്കെ പല്ല് പോയെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ആ സമയത്തായിരിക്കും അടുത്തിരിക്കുന്ന ആളുടെ വായിൽ നിന്ന് ഫ്രണ്ടില് തട്ടിയിട്ട് രക്തം വരുമ്പോ നമ്മൾ പറയും രക്തം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് പിന്നെ എന്താ സംഭവിക്കുന്നുള്ളത് പിന്നെ നമുക്കറിയത്തുള്ളൂ. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് പറയാം. അല്ലാതെ വണ്ടിയിലിരുന്ന് രക്തം ചെയ്യും ആമേൻ എന്ന് നമ്മൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. ആരുടെ രക്തമാണെന്നൂടെ പറഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ജയം നമുക്ക് മനസ്സിലാവും. നമ്മള് കൺവെൻഷൻ സ്റ്റേജിലൊക്കെ നിന്നിട്ട് പറയാ കുഞ്ഞോടേ നിന്റെ കല്യാണം വന്നുവല്ലോ. മലപ്പുറത്ത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ട ഒരു ഇക്ക ചോദിച്ചു ഏത് കുഞ്ഞാടിന്റെ കല്യാണമാണ്. കാരണം അത് പറയുമ്പോൾ ഈ കുഞ്ഞാട് ആരാണെന്നത് വിവരിച്ചു കൊടുത്തിട്ട് വേണം. അല്ല കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവരൊന്നാമത് ഈ ആടിനെ കുറിച്ച് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോ അവര് ഒരു ഇക്ക ചോദിച്ചു ഏത് കുഞ്ഞാടിന്റെ കല്യാണം.
അത് സംഭവിക്കാതിരിക്കാൻ അത് പറയുമ്പോൾ ഈ കുഞ്ഞാട് ഏതാണ് നമ്മുടെ ഒന്ന് പറയുന്നത് നല്ലതാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ യേശു കർത്താവിന്റെ ഇതെല്ലാം ലൈവിൽ കേട്ടോണ്ടിരിക്കുക കേട്ടോ ആളുകൾ. ആമേൻ. ഞാൻ പറഞ്ഞു വന്ന കാര്യം, പാരമ്പര്യവുമായുള്ള നിങ്ങളെ വീണ്ടെടുത്ത് നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അരിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പക്ഷെ ഇവിടെയോ 30 വെള്ളിക്കാശ്, അരിഞ്ഞു പോകുന്ന 30 വെള്ളിക്കാശ്. ക്രിസ്തുവൻ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വലിയൊരു രക്തം കൊണ്ട് അത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇത് ദൈവമക്കൾ അറിയണം. പത്രോസ് ചിതറിപ്പാർക്കുന്നതായിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടി എഴുതുമ്പോൾ, യേശു ക്രിസ്തു രക്തത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടി എഴുതുമ്പോൾ പത്രോസ് പറയുന്ന കാര്യം നിങ്ങൾ അറിയണം. നിങ്ങൾ അറിയുന്നില്ലെന്ന് നാട്ടുകാരെങ്ങനെ അറിയും? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമില്ലെന്ന് നാട്ടുകാർക്ക് എങ്ങനെ ബോധ്യം വരും? അതുകൊണ്ട് നിങ്ങൾ അറിയണം, ഓരോ ദൈവമക്കളും അറിയണം, നമ്മെ വീണ്ടെടുത്ത നിന്നെ വീണ്ടെടുത്ത യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വില എന്താണെന്ന് ഓരോ ദൈവമക്കളും അറിയണം. ഇത് അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആത്മജീവിതം പോയത്. ബാക്കി എന്തെല്ലാം അറിഞ്ഞാലും ഈ രക്തത്തിന്റെ വില അറിയാൻ പറ്റിയില്ലെങ്കിൽ പോയി നമ്മുടെ ആത്മജീവിതം പോയി. കാരണം നമ്മെ വീണ്ടെടുത്ത് ക്രൂശിൽ നമുക്ക് വേണ്ടി മറുപടിയായി കൊടുത്തത് ആമേൻ ഈ പുണ്യാരക്തമാണ്. നമ്മളെ വിലയ്ക്ക് വാങ്ങിയ രക്തത്തിന്റെ വില, നമ്മെ രക്ഷിച്ച രക്തത്തിന്റെ വില, നമ്മളെ ദൈവ മക്കളാക്കി തീർത്ത രക്തത്തിന്റെ വില, അന്യ പരദേശികളുമായ നമ്മളെ ദൈവ കുടുംബത്തിൽ അംഗങ്ങളാക്കിയ ആ രക്തത്തിന്റെ വില ദൈവത്തിന്റെ അറിയണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ മക്കളറിയണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എങ്കിലേ അവർക്ക് ഈ ആരാധനയുടെ മഹത്വം അറിയുള്ളൂ. ഈ വിശുദ്ധ സഭായോഗത്തിന് മഹത്വം അറിയണമെങ്കിൽ, ഈ കർത്താവിന്റെ തിരുമേശയുടെ മഹത്വം അറിയണമെങ്കിൽ ഈ രക്തത്തിന്റെ വില നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ അവർ കർത്താവിന്റെ തിരുമേശ സമയത്ത് മൊബൈൽ നോക്കാതിരിക്കുകയുള്ളൂ. വാട്സാപ്പ് നോക്കുന്നത് പലയിടത്തും കർത്താവിന്റെ മേശയുടെ സമയത്ത്. കാരണം രക്തത്തിന്റെ വില അവർക്ക് അറിയാത്തത് കൊണ്ട്, കാൽവരി തീർക്കപ്പെട്ട ആ ശരീരത്തിന്റെ വില അവർ അറിയാത്തത് കൊണ്ട് അവർ ഭക്തിയോടുകൂടെ ഇരിക്കാത്തത്. കർത്താവിന്റെ തിരുമേശ എടുക്കുന്നവരും എടുക്കാത്തവരുമെല്ലാം ആ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ വില മനസ്സിലാക്കി വേണം നിൽക്കുവാൻ. ആമേ ആരാധനയ്ക്ക് ഇരിക്കുവാൻ. ആമേ കർത്താവിന്റെ മരണഫലം വരെയും നമ്മൾ കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ഒരു ശുശ്രൂഷയാണ് കർത്താവിന്റെ തിരുമേശയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത അത് വില പോകാത്ത ഒന്നാണ്. കുരുമുളകിന്റെ വില കൂടി കുറഞ്ഞിരിക്കും, സ്വർണത്തിന്റെ വില കൂടി കുറഞ്ഞിരിക്കും. ഞാനൊക്കെ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് എനിക്കൊരു ഏകദേശം 1.25 പവനോളം ഉള്ള മാലയും മോതിരം ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കരിസ്മാറ്റിക്കിലേക്ക് വന്നപ്പോഴാണ് അതെല്ലാം മാറ്റി. അന്ന് ഞാനത് വിറ്റപ്പോഴാണ്ട് അന്ന് ഞാൻ വാങ്ങിച്ചപ്പോ പവന് 3500 രൂപ വരെ ഉണ്ടായിരുന്നു. ഇന്ന് 1,00,000-ന് മുകളിൽ അങ്ങാണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. വായിക്കുക ഇപ്പൊ 90,000-നുള്ള പാസ്റ്റർ എങ്ങനെ സ്വർണത്തിന്റെ വില കണ്ടുപിടിച്ച് ചോദിക്കരുത്. ഇതൊക്കെ നമ്മൾ ന്യൂസിനകത്തൊക്കെ വായിക്കുന്നതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഇത് കർത്താവിന്റെ രക്തത്തിന്റെ പ്രത്യേകത വില കൂടിയും കുറഞ്ഞു ഒന്നും നിൽക്കത്തില്ല. സ്വർണത്തിന്റെ വില 1,00,000 രൂപ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ 90,000-ൽ. യേശു കർത്താവിന്റെ രക്തത്തിന്റെ വില കൂടുകയില്ല, കുറയുകയില്ല, ഒറ്റ വിലയാണ്. കരങ്ങളിലേക്ക് സ്തോത്രം ചെയ്താട്ടെ. ഒറ്റ വില മാത്രമേ ഉള്ളൂ, ഒറ്റ വില മാത്രമേ ഉള്ളൂ. അത് 30 വെള്ളിക്കാശിന്റെ വിലയല്ല, അത് മനുഷ്യനിട്ട വിലയാണ്. ദൈവം ഇട്ടിരിക്കുന്ന വില ഈ പ്രപഞ്ചത്തേക്കാൾ വലുതാണ്. ദൈവം ഇട്ടിരിക്കുന്ന വില മനുഷ്യമേ ഈ ലോകത്തിലെ കർത്താവ് ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമ്മൾ എടുത്താൽ ഈ പ്രപഞ്ചത്തെക്കാൾ വിലയാണ് ഒരു മനുഷ്യന്റെ ആത്മാവിനുള്ളതെങ്കിൽ നമ്മുടെ
കർത്താവിന്റെ രക്തത്തിന്റെ വില എത്ര ഭയങ്കരമാണ്, എത്ര വലുതാ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ മനുഷ്യൻ വില കുറച്ചു, ദൈവം ആമേൻ അതിന്റെ വില ആമേൻ ആമേൻ നമ്മളിൽ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് വെളിപ്പെട്ട് തന്നു. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്നും ഈ വെള്ളിക്കാശിന് പ്രസക്തിയുണ്ട് പ്രിയമുള്ളവരെ. ദൈവമക്കളുടെ പ്രസക്തിയുണ്ട് അല്ലേ? ദൈവമക്കളുടെ പ്രസക്തിയുണ്ട്. ദൈവമക്കളുടെ എങ്ങനെ പ്രസക്തി വരുന്നത്? പണം, പ്രശസ്തി, പദവി, ബന്ധങ്ങൾ, ഇതെല്ലാം യേശുവിനേക്കാൾ കൂടുതൽ വിലയുള്ളതായി കണ്ടാൽ നമ്മുടെ കർത്താവിന് നമ്മൾ വില കുറയ്ക്കുകയാണ്. പറഞ്ഞാൽ മനസ്സിലായോ? പണം, പ്രശസ്തി, പദവി, ബന്ധങ്ങൾ, ഇതൊക്കെ യേശുവിനേക്കാൾ കൂടുതൽ വില മറ്റത്തിന് കൊടുത്താലും നമ്മൾ നമ്മുടെ കർത്താവിന്റെ രക്തത്തിന്റെ വില കുറയ്ക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കരയുയർത്തി സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നമ്മൾ 30 വെള്ളിക്കാശ് നമ്മുടെ കർത്താവിനെ ഒത്തുകൊടുത്തിട്ടുണ്ട്. പാപത്തിനെതിരെ നിൽക്കാതെ ലോകാനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് കർത്താവിനെ വിട്ടുകളഞ്ഞത്, ദൈവത്തെ വില കുറച്ച് കണ്ടത്, പ്രൈസ് ദി ലോർഡ്, ഒക്കെ നമ്മളിൽ 30 വെള്ളിക്കാശിന് കർത്താവിനെ ചില സമയങ്ങളൊക്കെ ഒത്തുകൊടുത്തിട്ടുണ്ട്. 30 വെള്ളിക്കാശ് ആകണമെന്നില്ല, മറ്റു പലതിലുമാണ്. ഒരു കസേരയ്ക്ക് വേണ്ടിയിട്ട്, അല്പം പണത്തിന് വേണ്ടിയിട്ട്, അല്പം ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട്, നല്ല ചില വാക്കുകൾ കിട്ടാൻ വേണ്ടിയിട്ട്, നോട്ടീസിൽ പേര് വരേണ്ടതിന് വേണ്ടിയിട്ട്, പത്രത്തിൽ പേര് വരേണ്ടതിന് വേണ്ടിയിട്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്നത്തെ കാലഘട്ടത്തിലൊന്നും നമ്മൾ പ്രശസ്തനാകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ നർമ്മത വായിച്ചു. 2 സഹോദരിമാർ തമ്മിൽ ഇങ്ങനെ കാണുകയാണ്. ആമേൻ. നിന്റെ ഭർത്താവിന്റെ ഫോട്ടോയൊക്കെ ടിവിയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആമേൻ മറ്റേ സഹോദരി പറഞ്ഞ ശരിയായിരിക്കും, കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ജോത്സ്യം പറഞ്ഞായിരുന്നു ആമേൻ പ്രശസ്തനാകുമെന്ന്. ശരിയാ, പക്ഷേ മാലാമോഷണത്തിനകത്തായിരുന്നു. പിന്നെ പ്രശസ്തനാകാൻ പറ്റിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മാലാമോഷണത്തിനകത്ത് തൊട്ടുമുതലുമായിട്ട് പിടിച്ചിരിക്കുന്നതാണ് കണ്ടതെന്ന് പറഞ്ഞു. ആമേൻ. ഞാൻ പറഞ്ഞത് ഇന്ന് പ്രശസ്തനാകാൻ വലിയ ഒരു സംഭവമൊന്നുമില്ല. ആർക്കും പ്രശസ്തനാകാം, ആർക്ക് യൂട്യൂബിലൂടെ പ്രശസ്തനാകാം, ഫേസ്ബുക്കിലൂടെ പ്രശസ്തനാകാം. പിന്നെ വൈറലായിട്ടുള്ള ചില കാര്യങ്ങൾ ഇട്ടാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ചീത്തവിളിയൊക്കെ കേൾക്കാനുള്ള തൊലിക്കട്ടി ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവൻ ആർക്കും എന്തും ഇങ്ങനെ പ്രശസ്തനാകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ സന്ദർഭോചിതമായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അല്പം പണത്തിന് വേണ്ടി, അല്പം ഒരു പ്രശസ്തിക്ക് വേണ്ടി, അല്പം ഒരു നല്ല വാക്കിന് വേണ്ടി, അല്പം ഒരു സൗകര്യത്തിന് വേണ്ടി കിട്ട് നിന്റെ കർത്താവിനെ നീ വിൽക്കരുത് 30 വെള്ളിക്കാശ്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിയെന്ന് സ്തോത്രം ചെയ്താട്ടെ. കരങ്ങൾ ഉയർത്തിയെന്ന് സ്തോത്രം ചെയ്താട്ടെ. നിന്റെ കർത്താവിന്റെ വില നീ കർത്താവിന് കൊടുക്കണം. അവൻ നിന്റെ കർത്താവ് രക്ഷിതാവുമാണ്. അവൻ നിന്റെ മേൽ കർത്തൃത്വം നടത്തുന്നവരാണ് നിന്റെ കർത്താവ്. അവൻ നിന്റെ അധികാരിയാണ്. അവൻ ദൈവമാണ്. മറ്റൊരു വസ്തുത, ദൈവമാണ്, പക്ഷേ നിനക്ക് മേൽ കർത്തൃത്വം നടത്തുന്നതാണ്. നിന്റെ രാജാവാണ്. നീ യേശു കർത്താവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ എന്റെ മേൽ കർത്തൃത്വം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഹൃദയത്തെ സ്വീകരിക്കുന്നത്. രക്ഷിതാവെന്ന് പറയുമ്പോൾ എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനായിട്ട്, ഞാൻ കടന്നു പോകുന്ന സകല കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷിതാവ്, ഈ രോഗം മൂലം തകർക്കപ്പെടുന്ന, അപകടം മൂലം തകർക്കപ്പെടുന്ന ഈ മനുഷ്യ ശരീരത്തിൽ നിന്ന് രക്ഷിക്കുന്ന എന്റെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവ്. ഓ, അവിടുത്തെ വരവിൽ രൂപാന്തരപ്പെട്ട് ഞാൻ തേജസ് പ്രാപിച്ചു കേട്ട് നിൽക്കുമ്പോൾ ഈ മരണമേ വിശുദ്ധന്മാർ ചോദിക്കുന്ന ചോദ്യമാ, നിന്റെ വിഷമുള്ളവിടെയാ? മരണത്തെ ജയിച്ചവർ, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റവർ, ഇനി മരണത്തെ ജയിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി ഇതാ നിന്റെ കർത്താവ് വേഗം വരുന്നു. നിന്റെ കർത്താവ് വേഗം വരുന്നു.
ഈ വില കുറഞ്ഞ ശരീരത്തെ ആർക്ക് വേണം? പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം ചിന്തിക്കണം. ഇത് കഴിഞ്ഞ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വേദനയോടുകൂടെ ഞാനൊരു കാര്യം കണ്ടു. ബന്ധപ്പെട്ടതായിരിക്കുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് അവര് ഒരു ബോഡി കൊണ്ടുവന്ന് അതിന്റെ ആ ചൂളക്കകത്തേക്ക് വെച്ച് ഇതിങ്ങനെ അടയ്ക്കുന്ന ആ കാര്യം കണ്ടപ്പോൾ മാത്രമല്ല, ഞാൻ സ്നേഹിക്കുന്ന ഒരു കർത്തദാസൻ കോവിഡ് സമയത്ത് അദ്ദേഹം മരിച്ചു. എനിക്ക് കാണാൻ പോകാനായിട്ട് പറ്റിയില്ല. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഒരുമിച്ച് കൽപ്പറ്റയിൽ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ദൈവനാമ മഹത്വത്തിനായി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പോലും ആ ദൈവദാസിക്ക് പോലും അതിന്റെ ബോഡി അവസാനമായിട്ടൊന്ന് കാണാൻ പറ്റിയില്ല. അവരോട് പറഞ്ഞ് മാറ്റി നിർത്താൻ. ആ ദേവദാസരോട് പറഞ്ഞു അടക്കുകയാണ്, പക്ഷെ കത്തിച്ചു കളഞ്ഞതാണ്. നമ്മൾ മരിച്ചാൽ നമ്മുടെ ഭൗതിക ശരീരം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ. പ്രിയമുള്ളവരെ, ഒരു നായ വഴിയിൽ കുടുങ്ങിക്കിടന്നാൽ, ഒരു കാക്ക കുടുങ്ങിക്കിടന്നാൽ, ആമേൻ, അതിനെ രക്ഷിക്കാൻ ആളുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു മനുഷ്യൻ വഴിയിൽ വീണ് കിടന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ കള്ളു കുടിച്ചിട്ട് വഴിയിൽ കിടന്നപ്പോൾ ഞാൻ ചെയ്ത കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ പ്രിയമുള്ളവരെ? കാരണം ഒരു മനുഷ്യന്റെ വില എന്താണെന്ന് എനിക്കറിയാം. കള്ളു കുടിച്ചല്ലേ വണ്ടി കയറി ചാവട്ടം വിചാരിച്ചല്ല ഞാൻ വിചാരിച്ചത്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ വഴിയിൽ കിടന്നാൽ, അവർ ബോധരഹിതനായി കിടന്നാൽ, അവരുടെ അസുഖം വന്ന് കിടന്നാൽ, അവർ നെഞ്ചുവേദന വന്ന് കിടന്നാൽ, ആരുണ്ട് അവനെ രക്ഷിക്കാൻ? ഒരു നായ്ക്കുട്ടി വഴിയിൽ കിടന്നാൽ രക്ഷിക്കുന്നതിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനും അംഗമാണ്. ആമേൻ. ഞാൻ നിങ്ങളോട് പറയാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇടയ്ക്കിടയ്ക്ക് വിദ്യുത് അറിയത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നായ്ക്കളെയൊക്കെ രക്ഷിക്കാൻ പോകുന്നവരുടെ അക്കൗണ്ടിൽ ഞാനും പൈസ അയച്ചു കൊടുക്കാറുണ്ട്. കാരണം നമുക്ക് എന്തായാലും പോയി രക്ഷിക്കാൻ പറ്റുന്നില്ല. എന്നാൽ അവരെക്കാളും പോയിട്ട് അതിനെ രക്ഷിക്കട്ടെ, അതിനെ ചികിത്സിക്കാൻ പൈസ ഇല്ലെന്നൊക്കെ പറയുമ്പോൾ ഞാനും ഇടയ്ക്ക് ചില പൈസകളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കാരണം എന്താണെന്നറിയാമോ? നമുക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് നായ്ക്കുട്ടി വഴി കിടന്നാൽ പോലും രക്ഷിക്കാൻ ആളുകൾ ഉണ്ട്. അതിനുവേണ്ടി സഹായിക്കാൻ വാട്സാപ്പ് കൂട്ടായ്മകൾ ഉണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ വഴി കിടന്നാൽ, നമ്മള് എരികോവിലേക്ക് പോയ മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് വഴിയഴിയിൽ കിടന്നിട്ട് പുരോഹിതനും ലേവ്യനും പോയതുപോലെ പോകും. നമ്മൾ കൂടി വന്നപ്പോഴേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ സ്തോത്രം കണ്ട് ആ മനുഷ്യന് പ്രയോജനമുണ്ട്. ആ സ്തോത്രം കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? സോക്രട്ടീസിന്റെ ഒരിക്കല്, സോക്രട്ടീസ് ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ ഒരിക്കല് ഒരാൾ വന്നിട്ട് ഒരാളുടെ കുറ്റം പറഞ്ഞു. കുറച്ചു നേരം കേട്ട് കഴിഞ്ഞിട്ട് സോക്രട്ടീസ് ചോദിച്ചു, സോക്രട്ടീസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ചോദിച്ചു, നീ ഇത് പറയുന്നത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രയോജനം പോട്ടെ, നിനക്ക് പ്രയോജനമില്ല, എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? സോക്രട്ടീസ് ചോദിച്ചു. അങ്ങേക്ക് ഒരു പ്രയോജനമില്ല. പിന്നെ ആ മനുഷ്യന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുമില്ല. പിന്നെ ഈ പ്രയോജനമില്ലാത്ത കാര്യം പറഞ്ഞു നീ എന്തിനാ നടക്കുന്നതെന്ന് ചോദിച്ചതായിട്ട് ഞാൻ ഇങ്ങനെ വായിച്ചു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പേരിലെ നീ കർത്താവിനെ വേണ്ടി വിശ്വസ്തയോടുകൂടെ നിന്നാൽ ദൈവത്തിനെ മാനിക്കും. നീ പറയുന്ന സ്തോത്രത്തിന് വിലയുണ്ട്. നീ പറയുന്ന സ്തോത്രം കൊണ്ട് നിനക്ക് പ്രയോജനം ഉണ്ടാകണം, നിന്റെ കുടുംബത്തിന് പ്രയോജനം ഉണ്ടാകണം, ദൈവസഭയ്ക്ക് പ്രയോജനം ഉണ്ടാകണം, മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകണം. ഈ സ്തോത്രം എന്ന യാഗം എന്ന് പറയുന്നത് അതിന് ബലിയർപ്പിക്കുന്നതാണ്. ആമേൻ. ഒരു കുഞ്ഞാടിന്റെ രക്തത്തിന് ബലി അതിനകത്തുണ്ട്, കാളകളുടെ രക്തത്തിന് ബലി അതിനകത്തുണ്ട്. നീ അർപ്പിക്കുന്ന സ്തോത്രത്തിന് ഒരു വിലയുണ്ട്. ഞാനൊക്കെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉപവസിക്കും. ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഒരു ദിവസം ഒരു നേരത്തെ ഉപവസിക്കുന്നപ്പോൾ അന്നത്തെ ഭക്ഷണത്തിന്റെ പൈസ മാറ്റി വെക്കണമെന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അന്നത്തെ ഭക്ഷണത്തിന്റെ പൈസ മാറ്റി വെക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇതൊക്കെ കേട്ടോണ്ടാകുമായിരിക്കും.
ഭക്ഷണമില്ലാത്ത ഒരു വ്യക്തിക്ക് ഭക്ഷണം കൊടുക്കാനത് മാറ്റിവെക്കണം. നമ്മൾ ഒരു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഉപവാസം കൊണ്ട് എന്ത് പ്രയോജനമാണ്? നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന പൈസ വേറൊരാക്കുന്ന പ്രയോജനപ്പെടട്ടെ, വേറൊരു കുടുംബത്തിന് പ്രയോജനപ്പെടട്ടെ. ആമേൻ. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. യേശു കർത്താവിനെ 30 വെള്ളിക്കാശിന് ഊറ്റിക്കൊടുത്തു. അടിമയേക്കാൾ വില കുറച്ച്. എന്തിനാണ്? യേശു കർത്താവ് നമ്മെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, നിരാശയിൽ നിന്ന് നമുക്ക് വിടുതൽ തരുവാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് നമ്മെ തന്നെത്താൻ വിറ്റു. വില കുറഞ്ഞ പൈസയ്ക്ക് വേണ്ടി വിറ്റു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മെ അടിമത്തത്തിൽ രക്ഷിക്കുവാൻ, നമ്മെ പാപത്തിന്റെ അടിമത്തത്തിൽ രക്ഷിക്കുവാൻ. ഒരു അടിമയുടെ വെള്ളിക്കാശിന് കർത്താവ് തന്നെത്താൻ കൊടുത്തു. സാക്ഷാ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപ സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന് 30 വെള്ളിക്കാശിന് കൊടുത്തത് പാപത്തിന്റെ അടിമകളായിരിക്കുന്ന നമ്മളെ രക്ഷിക്കാൻ. യേശു കർത്താവിനെ പാപത്തിന്റെ അടിമത്തത്തിൽ രക്ഷിച്ചു. യേശു കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള രക്ഷയാണ്. പ്രൈസ് ദി ലോർഡ്. മരണാധികാരിയായിരുന്ന പിശാചിനെ മരണാധികാരിയായിരുന്ന പിശാചിനെ തന്റെ മരണത്താൽ നീക്കിയ ആ ദൈവികമായ മാർഗികമായ സത്യം കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യുക. പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, നിരാശയിൽ നിന്ന് നിനക്ക് ആരുമില്ലെന്ന് നീ വിചാരിക്കുമ്പോൾ പ്രിയമുള്ള കുഞ്ഞെ, നീ നോക്കണം. നിനക്കൊരു വിലയുമില്ലെന്ന് പറയുമ്പോൾ നീ നോക്കണം. നിനക്ക് പ്രിയകരിവനും മാന്യനുമായിരിക്കുന്ന ദൈവം നിന്നെ രക്ഷിച്ചിരിക്കുന്നത് വീണ്ടെടുപ്പ് വില തന്നിട്ടാണ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്നും നമ്മൾ ചിന്തിക്കണം, യേശു കർത്താവിനോടുകൂടെ 3.5 വർഷം നടന്ന ഒരു വ്യക്തിയാണ് കർത്താവിനെ വിട്ടുകൊടുത്തത്. അറിയാത്തൊരാളല്ല. ഊണിലെ ഉറക്കത്തിൽ യേശുവിനെ കുറിച്ച് അറിയുന്ന, യേശു കൊടുത്ത പൈസയിൽ നിന്ന് മോട്ടിച്ചെടുക്കുന്ന, കള്ളക്കണക്ക് എഴുതി വെക്കുന്ന, ഇതൊക്കെ ദൈവത്തിന് അറിയില്ലേ? ഈ എഴുതുന്ന കണക്കുകളൊക്കെ കള്ളക്കണക്കാണ്. കർത്താവ് അറിയത്തില്ലേ? കർത്താവ് പല പ്രാവശ്യം പറഞ്ഞു, മോനെ നീ മാനസാന്തരപ്പെടത്തോണം, ഇല്ലെങ്കിൽ അവസാനം നീ കേട്ട് ചാവുന്ന സ്ഥിതി എനിക്ക് വരും. എത്രയോ പ്രാവശ്യം പറഞ്ഞു. നീ സ്നേഹിക്കുന്ന പണമുണ്ടല്ലോ, ഇതൊക്കെ നീ വലിച്ചെറിയുന്ന ഒരു അവസ്ഥമുണ്ട്. ഈ പണത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. നിന്റെ അവസാന സമയത്ത് നീ അനുഭവിക്കുന്ന കുറ്റബോധം ഉണ്ടല്ലോ, അത് ഒരു പണത്തിനും അതിന് മാറ്റം തരാൻ കഴിയുന്നതല്ല. ചില ആളുകൾക്ക് മരിക്കുന്ന സമയത്ത് എന്ത് അലറി കരച്ചിലാണെന്നറിയാമോ? എന്താ കരച്ചിലെന്നറിയാമോ? ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്തതെല്ലാം ഇങ്ങനെ മരണത്തിന്റെ സമയത്ത് ഇങ്ങനെ ഒരു തിരശീല പോലെ വരിക കേട്ടോ. മരിക്കുന്ന സമയത്തെ ആരോഗ്യമുള്ളപ്പോൾ ഇതൊന്നും ഓർക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാളയെ പോലെ കുത്താനും മാന്താനും ചവിട്ടാനും തൊഴിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ആരോഗ്യം പോയി. ഇന്ന് എഴുത്തൊന്ന് പൊക്കണമെങ്കിൽ വേറെ 2 പേര് പിടിക്കണം. വേറൊരാളെ വെച്ചിരിക്കുക പ്രത്യേകമായിട്ടൊരു കട്ടില്, ഇതിന്റെ കണക്കുന്ന കട്ടില, തലത്താൻ പൊങ്ങില്ല. അപ്പൊ നമ്മളിങ്ങനെ പൊങ്ങി മേലോട്ട് വന്നു. ചവച്ച് കഴിക്കാൻ പറ്റില്ല, മൂക്കിലൂടെ കൊണ്ടിട്ടിരിക്കുക. അനുഭവം ആകുന്നത് സ്വന്തം കുഞ്ഞടുത്ത് വന്നാലും മോനെ നിന്ന് വിളിക്കാൻ പറ്റത്തില്ല. മകന്റെ കൊച്ചടുത്ത് വന്നാലും കരയാനല്ലാതെ കാരണം പറ്റില്ല. ഈ സമയത്ത് എന്താ ഓർക്കുന്നേ? ഓടിക്കളിച്ച് നടന്നപ്പോഴേ, ആരോഗ്യമുള്ള സമയത്തെ ആരെ അനുസരിക്കാതെ ഓടി നടന്നൊരു കാലമുണ്ട്. ആ കാലഘട്ടത്തിൽ മരിക്കുന്നത് കുറ്റബോധത്തോടു കൂടിയാണ് മരിക്കുന്നതെങ്കിൽ അതൊരു ഭയാനകമായ ഒരു മരണമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കുറിച്ചൊക്കെ ഓർക്കാൻ ചില നല്ലത് നമ്മൾ വെക്കണമെന്നേ. നമ്മുടെ നാട്ടുകാർക്ക് നമ്മളെ കുറിച്ച് പറയാനുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് നല്ലത്. നമ്മളെ കുറിച്ച് നാട്ടുകാർക്ക് നല്ലതൊന്നും പറയാനില്ലെങ്കിൽ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞേക്കണം, അനുശോചനം പറയണ്ട എന്ന് പറഞ്ഞേക്കണം. വെറുതെ എന്തിനാ ആളുകളെ കൊണ്ട് കള്ളം പറയിപ്പിക്കുന്ന എന്തിനാ? പാസ്റ്ററോട് പറഞ്ഞേക്കണം, അനുശോചനം വേണ്ട, പ്രാർത്ഥനയൊക്കെ നടന്നോട്ട്, കുഴപ്പമില്ല. കാരണം ഇത് പറയുന്നവർക്കും അറിയാം വെറുതെയാണെന്നൊക്കെ, വെറുതെയാണ്. മരിക്കാൻ കിടക്കുമ്പോഴെങ്കിലും മരണക്കിടക്കെങ്കിലും നാട്ടുകാരെ കൊണ്ട് കള്ളം പറയിപ്പിച്ച് നമുക്ക് പോണോ? ഞാൻ നിങ്ങളുടെ കാര്യമൊന്നും അല്ല കേട്ടോ പറയുന്നത്, ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് കരുതാനും മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ച് നല്ല വർത്തമാനം ഒന്നും പറയാനില്ലെങ്കിൽ ഏറ്റവും നല്ല മാർഗമാണ് ഞാൻ പറഞ്ഞത്, മാതൃകയാണ് അനുശോചനം വേണ്ട. ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്താ അറിയാമോ? നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പം നമ്മളെ കുറിച്ച് നല്ല വാക്കുകൾ പറയാനും, ജീവിച്ചിരുന്നപ്പോൾ തവിതായെ കുറിച്ച് പറഞ്ഞ കാര്യം ഓർത്ത് നോക്കിയേ. ആമേ ജീവിച്ചിരിക്കുമ്പോൾ കൊടുത്ത ഉടുപ്പൊക്കെ എടുത്തോണ്ട് വന്നു. ജീവിച്ചിരിക്കുന്ന സമയത്ത് ചിലര് പറയട്ടെ, എനിക്ക് സാരി, എന്തായാലും ശരി, അമ്മാമ അല്ലെങ്കിൽ ആന്റി അല്ലെങ്കിൽ അമ്മച്ചി എനിക്ക് 2-3 സാരി തന്നു കേട്ടോ, നല്ല സാരിയാണ്. ഇത് മരിച്ചു കഴിഞ്ഞിട്ട് മരുമക്കളെല്ലാം കൂടി സാരിക്ക് അടിയിടുന്നതിനേക്കാൾ നല്ലത് അത് ആർക്കെങ്കിലും സാരിയൊക്കെ ചുരിദാരമൊക്കെ കൊടുക്കുന്നത് നല്ലതല്ലേ പ്രിയമുള്ളവരെ? അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് നന്മ ചെയ്യാനായിട്ട് കഴിയണം, മറ്റുള്ളവർക്ക് വേണ്ടി കേട്ട്. നിങ്ങൾ എന്നെ വളരെ ഗൗരവത്തോടു കൂടിയാണ് നോക്കുന്നത്. എന്തായാലും പാസ്റ്റ് മെസ്സേജ് കഴിഞ്ഞിട്ട് നിങ്ങളാരും അങ്ങനെ പറയുന്നവരൊന്നും അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിന് ധൈര്യത്തോട് പറയുന്നത്. മാത്രമല്ല ഇതൊക്കെ ലൈവും കൂടിയാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വേറെ പലരും ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ഒരു കാരണമാണ് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ കുറിച്ച് മറ്റുള്ളവർക്ക് ചിലത് പറയാനുണ്ടാകണം. യൂദായെ കുറിച്ച് ദൈവത്തിന് കർത്താവായ യേശു കർത്താവിന് പറയാൻ എന്താ ഉള്ളത്? ഇടക്കിടക്ക് പൈസ മോട്ടിക്കും, കള്ളക്കണക്ക് എഴുതി വയ്ക്കും, എങ്ങനെ എവിടെ വെച്ച് ഒറ്റി കൊടുക്കാം, എത്ര രൂപയ്ക്ക് വിൽക്കണം. ഇത് കുറെ ദിവസങ്ങളായിട്ട് കൊണ്ടുവന്ന് 1 വർഷമായി യൂദായുടെ മനസ്സിലുണ്ട്, എത്ര എഴുതി വിൽക്കണം. പത്രോസ് ചോദിക്കുക, എന്താ യൂദാ നീ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്ന? ഒന്നുമില്ല. വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഴപ്പമില്ല. മക്കൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? നമ്മുടെ കർത്താവിനോട് പറയാം. ചിലര് മനസ്സിലുള്ള കാര്യങ്ങളൊന്നും തുറന്നു പറയത്തില്ല. ആമേൻ. ഏറ്റവും അവസാനം എന്തെങ്കിലും ഒരു നാശത്തിലേക്ക് പോയി കഴിയുമ്പോൾ എല്ലാം കൂടെ തുറന്നു പറയുകയും ചെയ്യും. പല പ്രാവശ്യം 1 വർഷമായി യൂദയ്ക്ക് ഭയങ്കര ആലോചന. വേറൊന്നുമല്ല, എത്ര രൂപയ്ക്ക് കൊടുക്കണം? ഞാൻ പറയട്ടെ, നമ്മുടെ വീട്ടിൽ ഒരു വസ്തു വിൽക്കുന്നെന്ന് വെച്ചോ, 50,000 രൂപ കിട്ടുന്ന അല്ലെങ്കിൽ 2 ലക്ഷം രൂപ കിട്ടുന്ന 3 ലക്ഷം രൂപ കിട്ടുന്ന വസ്തുവാണെങ്കിൽ നമ്മൾ വിൽക്കുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും വലിയ ആശയക്കുഴപ്പമുണ്ടാവും. എത്ര രൂപയ്ക്ക് കൊടുക്കണം? അപ്പൊ അയൽവക്കക്കാരൻ എത്ര കൊടുക്കണം? ഇപ്പൊ നമ്മൾ പറയും 2 ലക്ഷം രൂപ കിട്ടുന്ന വസ്തുവാണെങ്കിൽ 3 ലക്ഷം രൂപ ചോദിക്കണം. എന്നാൽ 2 ലക്ഷം രൂപ. ഇതേപോലെ ഞാനൊരു ഭാവന പറയാണ്, യൂദായുടെ മനസ്സിൽ വലിയൊരു ആശയക്കുഴപ്പമാണ്. വേറൊന്നുമല്ല, വസ്തു വിൽക്കുന്ന കാര്യമൊന്നുമല്ല, യേശു കർത്താവിനെ വിൽക്കുന്നതിന്റെ തുകയാണ്. അവസാനം ഒരു തീരുമാനത്തിലെത്തി. അവരെ ചെന്ന് കണ്ടപ്പോൾ അവര് പറഞ്ഞു, 30 വെള്ളിക്കാശിന് ഇത് വരാം. കാരണം യേശു കർത്താവിന് വില കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല. ആർക്ക്? പരീക്ഷന്മാർക്ക് താല്പര്യമില്ല, പുരോഹിതന്മാർക്ക് താല്പര്യമില്ല, ന്യായശാസ്ത്രന്മാർക്ക് താല്പര്യമില്ല. അവര് പറഞ്ഞു, നിനക്ക് വേറെ ഞങ്ങൾ പൈസ തരാം, പക്ഷെ ഇതിപ്പോ 30 വെള്ളിക്കാശ് തരാൻ പറ്റുകയുള്ളൂ. എന്റെ ചിന്തയാണ്. അവസാനം 30 വെള്ളിക്കാശിന് ഒത്തു. എങ്ങനെ ഒത്തു? പ്രവചനം കിടക്കുക. 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റി കൊടുക്കുമ്പോൾ 30 വെള്ളിക്കാശിനാണ് ഒറ്റി കൊടുക്കുന്നതെന്നുള്ള പ്രവചനം കിടക്കുമ്പോൾ അതിനേക്കാൾ 1 രൂപ കൂട്ടാനോ 1 രൂപ കുറയ്ക്കാനോ ആർക്ക് പറ്റും?
ദൈവത്തിന്റെ വചനം കിടക്കുകയാണ്. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം കിടക്കുകയാണ്. ആകാശവും ഭൂമിയും മാറിപ്പോകും, പക്ഷെ മാറിപ്പോകാത്ത ദൈവത്തിന്റെ വചനം കിടക്കുമ്പോൾ ആർക്കതിനകത്ത് വ്യത്യാസം വരുത്താൻ പറ്റും? ഒരു 29 വെള്ളിക്കാശോ 31 വെള്ളിക്കാശോ 1000 വെള്ളിക്കാശോ മാറ്റം വരുത്താൻ ആർക്ക് പറ്റും? ദൈവത്തിന്റെ വചനത്തിന് ഇന്നും വലിയ വ്യത്യാസമില്ല. നിന്നോടുള്ള വാഗ്ദത്തങ്ങൾക്ക് വലിയ വ്യത്യാസമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വേദനയെ ഇന്ന് മനുഷ്യർ കർത്താവിനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. പാപത്തിന് വേണ്ടി കിട്ടുക, സ്വന്തം താല്പര്യത്തിന് വേണ്ടി കിട്ടുക, പണത്തിന് വേണ്ടി കിട്ടുക, പ്രശസ്തിക്ക് വേണ്ടി കിട്ടുക, ലോകാനുകൂല്യങ്ങൾക്ക് വേണ്ടി കിട്ടുക. ഇന്നും കർത്താവിന് ആളുകൾ വില കെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കും. ഒരുപാട് നമുക്ക് സംസാരിക്കാനുണ്ട്, പക്ഷെ എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴിയിലെ നിന്നെ വീണ്ടെടുത്ത കർത്താവ്. കുശവന്റെ നിലം കുശവന് വേണ്ടി നിലമാക്കി, പരദേശികൾക്ക് വേണ്ടി നിലമാക്കി. അവരെ അടക്കാൻ ഒരു സ്ഥലമില്ല, മരിച്ചതിനെ അടക്കാൻ ഒരു സ്ഥലമില്ലെന്നേ. ഞാൻ ആ വാക്യം എടുത്ത് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞത് അവിടെ അവസാനിപ്പിക്കുക. 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. കർത്താവ് തിരുവനന്തപുരത്ത് പറഞ്ഞിരിക്കുക, കുശവന്റെ നിലം വാങ്ങിയത് കുശവന് വേണ്ടിയിട്ട്. കർത്താവ് മരിച്ചപ്പോൾ കർത്താവിന് ഒറ്റുകൊടുത്ത പണം യൂദ വലിച്ചെറിഞ്ഞപ്പോൾ, ഭണ്ഡാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ, അത് ഭണ്ഡാരത്തിൽ നിന്ന് യോഗ്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ പണം എടുത്ത് കുശവൻക്കുള്ള മരിച്ചവരെ അടക്കാനുള്ള നിലം വാങ്ങി, പരദേശി അടക്കാനുള്ള നിലം വാങ്ങിയെന്ന്. വിലയില്ലാത്ത, നമുക്ക് നോക്കി ഏറ്റവും വലിയ, നമ്മള് ഈ ശവസംസ്കാര ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവർക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും കൊടുത്തില്ലേലും മരിച്ചു കഴിഞ്ഞാൽ നല്ല വെട്ടി വാങ്ങിക്കും, പൂക്കൾ വാങ്ങിക്കും, മറ്റു കാര്യങ്ങൾ വാങ്ങും, നല്ല പന്തലിടും, മൈക്ക് സെറ്റ് വെക്കും, പാട്ടുകാരെ വിളിക്കും, നല്ല പരിപാടിയായിട്ട് നടത്തും. പണ്ടൊക്കെ മരിക്കുന്നതിന് ഒരു പൈസ വേണ്ടായിരുന്നു, ഇപ്പൊ മരിക്കാൻ പോലും പേടിയാണ്. എത്ര രൂപയാണ് മരിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർക്കുണ്ടാകുന്നത്? കാരണം മരണം പോലും ഒരു അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. മാനം പോകുന്ന പരിപാടിയാണ് മരണം പോലും. മരിക്കുന്ന ആളുടെ മാനമല്ല പോകുന്നത്, ജീവിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, കർത്താവ് ഇതെന്താ സംഭവം? പരദേശിയെ അടക്കാൻ സാധ്യത, അവന് നല്ലൊരു ശവോടൊക്കെ കിട്ടാൻ സ്ഥലമില്ലെന്ന്. അവനെ അനാഥർക്ക് അടക്കുന്ന സ്ഥലത്താണ് അടക്കുന്നത്, പരദേശിയെ അടക്കുന്ന അങ്ങനെയുള്ള സ്ഥലത്താ. പക്ഷേ കർത്താവ് പറഞ്ഞു, ഇതുകൊണ്ട് ഒരു അടിമയുടെ വില പോലുമില്ലാത്ത ഈ പൈസ കൊണ്ട്, ഒരു അടിമയുടെ വില പോലുമില്ലാത്ത സാധാരണക്കാരന് വേണ്ടി സെമിത്തേരി വാങ്ങണം. ദൈവത്തിന്റെ തീരുമാനം. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വലിയതാണെങ്കിൽ ദൈവത്തിന്റെ വൈദ്യുതി ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് മാത്രമല്ല ദൈവത്തിന്റെ ചിന്ത മരിച്ചവരെ കുറിച്ച് പോലും കർത്താവിന്റെ ചിന്തയുണ്ടെങ്കിൽ, ആകാശത്തിലൂടെ പറക്കുന്ന വിലയിൽ എണ്ണപ്പെടാത്ത ഒരു കുരുവിൽ പോലും ദൈവം വിലയിട്ടിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ കുഞ്ഞേ, ക്രിസ്തുവിനെ സ്വന്തം രക്തത്താൽ വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ വീണ്ടെടുപ്പിൻ വിലയുള്ള സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ നിന്റെ ദൈവം നിന്നെ എത്രമാത്രം നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിന്നെ എത്രമാത്രം ബലിയിട്ടിരിക്കുന്നു. ഞാൻ നിന്നെ വിലയേറിയവരും മാന്യനുമായി എണ്ണിയിരിക്കാൻ ഞാൻ നിനക്ക് വീണ്ടെടുപ്പ് വില നൽകുന്നു. ഞാൻ ആ വാക്യത്തിലേക്ക് പോകുന്നില്ല. ഒരു പുസ്തകമാണ്. ഞാൻ നിനക്ക് വീണ്ടെടുപ്പ് നൽകിയിരിക്കുന്ന നിന്നെ മാന്യനും വിലയേറിയവനുമായി ഇരിക്കുക. നിനക്ക് വീണ്ടെടുപ്പിന്റെ വില. ഇന്ന് പകൽക്കാലം സന്തോഷമുണ്ടോ പ്രിയമുള്ളവരെ? സന്തോഷമുണ്ടോ?
സന്തോഷമുണ്ടോ? ദൈവത്തിന് വിലയേറിയവനായി ഇരിക്കുക. ചിലയിടങ്ങളിലൊക്കെ വിലയില്ലാത്തവരായി അവഗണിച്ചിട്ടിരിക്കുന്ന ദൈവം കാണുന്നുണ്ട്. ആമേൻ. ചിലയിടത്ത് നിന്നെ കുറിച്ച് നിനക്കൊരു പക്ഷെ നല്ല വീടില്ലായിരിക്കുക, ഒരു സ്ഥലം പോലും ഇല്ലായിരിക്കുക, മക്കൾക്ക് നല്ല ജോലിയില്ലായിരിക്കുക, മറ്റു സാഹചര്യങ്ങളില്ലായിരിക്കുക, ഒരു 10 രൂപ നിന്റെ കയ്യിൽ എടുക്കാനില്ലായിരിക്കുക. പക്ഷെ ദൈവത്തിന്റെ വയലിനെ നീ ഓർക്കേണ്ടതായ കാര്യം, നിന്നെ വിലയേറിയവനായി ദൈവം കണ്ടിട്ടുണ്ട്. നിന്റെ വില വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വിശുദ്ധന്മാർക്കുള്ള പ്രതിഫലം വീതിക്കുന്ന ദിവസത്തില് നീ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിന്റെ വില വെളിപ്പെടുത്ത. നീ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ വില പ്രതിഫലം വീതിക്കുന്ന നാളിൽ ദൈവത്തിനെ വിളിച്ച് അനേകരുടെ മുമ്പിൽ ഒരു മകനെ ആദരിക്കുന്നത് പോലെ, ഒരു മകളെ ആദരിക്കുന്നത് പോലെ നിന്നെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. വീണ്ടെടുപ്പിൻ നാളെടുത്തിതാ, മാറ്റുലി ഞാൻ കേട്ടിടുന്നതോ.